ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് EVM ചെക്കിംഗ് ക്യാമ്പാണ് ഇന്നലെ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നടന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ പോയിരുന്നു. ഇന്നലെ UDFൻ്റെ 37 ഏജൻറ്റുമാർ, സ്ഥാനാർത്ഥിയുടെ ഏജൻറ്റുമാരും LDFൻ്റെ 15-ൽ താഴെയുള്ള ഏജൻറ്റുമാരും BJPയുടെ ആരും വന്നിട്ടില്ല. മറ്റ് സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാരൊന്നും ആരും വന്നിട്ടില്ല. ഇന്നലെ ക്യാമ്പ് ആരംഭിക്കേണ്ടത് രാവിലെ 7 മണിക്കാണ്. ആരംഭിച്ചത് 10 മണിക്കാണ്. 10 മണിക്ക് ശേഷമാണ്. ഈ ക്യാമ്പിൽ 20 ടേബിളുകളാണ് നിരത്തിയിട്ടുള്ളത്. അതിൽ ഓരോന്നിലും 3 അല്ലെങ്കിൽ 4 സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഓരോ ടേബിളിലേക്കും ഓരോ ബൂത്തിൻ്റെയും EVM അവിടെ എത്തും. അതിൽ ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, VVPAT ഈ 3 മെഷീനുകൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ, മെഷീൻ സെറ്റിംഗ് ആദ്യം കഴിഞ്ഞാൽ അതിലെ ഓരോ സ്ഥാനാർത്ഥിക്കും, കാസർഗോഡ് മണ്ഡലത്തിൽ നോട്ടടക്കം 10 സ്ഥാനാർത്ഥികളാണുള്ളത്. ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ വോട്ട് വീതം ചെയ്യലാണ് ഇതിൻ്റെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ഉടനെ VVPATൽ നിന്ന് എത്രയാണ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പതിപ്പിച്ചത്, അത് കൃത്യമാണോ എന്ന് പരിശോധിക്കാനുള്ള സ്ലിപ്പുകൾ, പ്രിൻ്റുകൾ എണ്ണുന്ന ഒരു പരിപാടിയാണ് അടുത്തത്. അത് എണ്ണുമ്പോൾ കാസർഗോഡ് മണ്ഡലത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായി ബാലറ്റ് മെഷീനിലുള്ളത്, ബാലറ്റ് യൂണിറ്റിലുള്ളത് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്ത്രീയാണ്. അവർക്ക് താമര ചിഹ്നത്തിൽ 2 ഓരോ സ്ഥാനാർത്ഥികൾക്ക് ഓരോ വോട്ടുകളാണ് പതിപ്പിച്ചത്. എന്നാൽ കാസർഗോട്ടെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള BJPക്ക് താമര ചിഹ്നത്തിൽ 2 പ്രിൻറ്റും മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കൊക്കെ ഓരോ പ്രിൻറ്റുമാണ് വന്നിട്ടുള്ളത്. അതായത് 10 സ്ഥാനാർത്ഥികൾക്ക് 10 പ്രിൻറ്റ് വരേണ്ടതിന് പകരം 11 പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഈ 11 പ്രിൻ്റ് എന്ന് പറയുന്നത് BJP സ്ഥാനാർത്ഥിക്ക് താമര ചിഹ്നത്തിൽ 2 പ്രിൻ്റ്. ഇത് കൺട്രോൾ യൂണിറ്റിൽ 10 സ്ഥാനാർത്ഥികൾക്ക് 10 വോട്ട് തന്നെയാണ് വരുന്നത്. എന്നാൽ VVPATൽ വോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ, കൃത്യമാണോ എന്ന് പരിശോധിക്കുമ്പോൾ അവിടെ 11 പ്രിൻ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ ബൂത്ത് നമ്പർ 1, ബൂത്ത് നമ്പർ 8, ബൂത്ത് നമ്പർ 139 ഈ 3 ബൂത്തിലെ മെഷീനുകളാണ് ഇങ്ങനെ തെറ്റുകൾ കാണിക്കുന്നത്. സാങ്കേതിക പിഴവ് എന്നാണ് പറയുന്നത്. അത് തെറ്റുകൾ കാണിച്ചപ്പോൾ ബൂത്ത് ഏജൻ്റായിട്ടുള്ള ഞങ്ങൾ വീണ്ടും മോക്ക് പോൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ആദ്യത്തെ മോക്ക് പോളിൽ പരാതി ഈ 3 മെഷീനുകളിൽ 20-ലും 3 മെഷീനുകളിൽ പരാതി വന്നു. രണ്ടാമത്തെ മോക്ക് പോൾ ചെയ്തപ്പം വീണ്ടും ഇതേ മെഷീനുകളിൽ ഇതേപോലെയുള്ള പരാതി വന്നു. BJPയുടെ താമര ചിഹ്നത്തിന് 2 പ്രിൻ്റുകളും മറ്റുള്ളവർക്ക് ഓരോ പ്രിൻ്റും വന്നു. അങ്ങനെ മൂന്നാമത് ചെയ്തപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത് ചെയ്യുന്നപ്പോൾ കൃത്യമായി 10 സ്ഥാനാർത്ഥികൾക്ക് ഓരോന്ന് വെച്ചിട്ട് 10 പ്രിൻ്റേ വന്നിട്ടുള്ളൂ. ഇത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ മോക്ക് പോളിന് വേണ്ടിയിട്ട് തുറന്ന മെഷീന് എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഇപ്പോൾ ലോക്ക് ചെയ്തിട്ട് സീൽ ചെയ്ത് വെച്ചിട്ടുള്ളത്, സ്ട്രോങ് റൂമിലേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. ഇത് ഇനി തുറക്കുന്നത് പോളിംഗ് ദിവസമാണ്. കേരളത്തിൽ ഈ മാസം 26-ന് ഇത് രാവിലെ തുറക്കും. രാവിലെ തുറക്കുമ്പോൾ വീണ്ടും മോക്ക് പോൾ 5% വെച്ച്, ടോട്ടൽ വോട്ടിൻ്റെ 5% വെച്ച് മോക്ക് പോൾ ചെയ്യുന്നുണ്ട്. ആ സമയത്തും ഇതേപോലെ പരാതി ഉണ്ടെങ്കിൽ, അതായത് ഒന്നാമത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആരാണെങ്കിലും ആവട്ടെ, BJP ആവട്ടെ, CPM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, UDF ആവട്ടെ, LDF ആവട്ടെ, ആരാണെന്നുണ്ടെങ്കിലും അവർക്ക് 2 പ്രിൻ്റ് വീതം വരുന്നുണ്ടെങ്കിൽ അവിടെ മെഷീൻ തകരാറിലായി എന്നുള്ള കാരണത്താൽ വീണ്ടും മോക്ക് പോൾ ചെയ്യേണ്ടതും വോട്ടേഴ്സിന് കാലതാമസം വരികയും ചെയ്യും. അത് പരിഹരിക്കപ്പെട്ടിട്ട് ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ജൂൺ 4-ന് വോട്ടെണ്ണുമ്പോൾ അവിടെ ഏതെങ്കിലും കാരണവശാൽ മെഷീൻ ഡെഡാവുകയോ മറ്റെന്തെങ്കിലും കംപ്ലയിൻറ്റ് കാരണം മെഷീൻ യൂസ് ചെയ്യാതെ വരുമ്പോഴാണ് VVPAT എണ്ണേണ്ടി വരിക. അവിടെ ഒരു ബൂത്തിൽ 1 വെച്ച് 100 ബൂത്തിൽ 100 വോട്ട് BJPക്ക് സ്ലിപ്പ് കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ ആ വോട്ടിന് വേണ്ടി ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് റേസിങ് എ ക്ലെയിം ഇൻ ദിസ് റിഗാർഡ്. ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ താമര ചിഹ്നത്തിൽ അവർ വോട്ടിൻ്റെ അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. വോട്ടിൻ്റെ സ്ലിപ്പിൽ നോട്ട് ടു ബി കൗണ്ടഡ് എന്ന് കാണുന്നുണ്ടെങ്കിൽ പോലും ഇത് ഞങ്ങളുടെ വോട്ടാണ്, അത് തെറ്റിയിട്ടാണ്, സാങ്കേതിക പിഴവ് മൂലമാണ്, മറ്റുള്ളവരതായിരിക്കാം ഇത് നോട്ട് ടു ബി കൗണ്ടഡ് എന്നുള്ളത്. ഞങ്ങളത് ഓൾറെഡി നിലവിലുള്ള വോട്ടാണ്, ഇത് കൗണ്ട് ചെയ്യണമെന്നുള്ള വാദവുമായിട്ട് BJPയുടെ കൗണ്ടിങ് ഏജൻറ്റ് മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് കൗണ്ടിങ്ങിനെ ഡിലേ ആക്കുകയും
റിസൾട്ടിനെ വിത്ത്ഹെൽഡ് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ ഇങ്ങനെ ഒരു പരാതി നൽകിയത്. അസിസ്റ്റൻറ്റ് റിട്ടേണിംഗ് ഓഫീസർക്കാണ് പരാതി കൊടുത്തത്. ആദ്യത്തെ റൗണ്ടിൽ ഈ വിഷയം വന്നപ്പോൾ തന്നെ പരാതി കൊടുത്തു. രണ്ടാമതും മൂന്നാമതും ചെക്ക് ചെയ്തപ്പം രണ്ടാമത് ഈ വിഷയം വന്നു, മൂന്നാമത് ഈ വിഷയമില്ല, പരാതി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പരാതി പരിഹരിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തൽക്കാലം നമുക്ക് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയില്ല. ഇത് വീണ്ടും പോളിംഗ് ദിവസം മെഷീനിൽ ഇത്തരം പരാതികൾ വരാനും കൗണ്ടിംഗ് ദിവസം ഈ വിഷയം റൈസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് കൃത്യമായി പരിശോധിച്ച് മെഷീനിൽ എക്സ്ട്രാ പ്രിൻ്റ് വരുന്നില്ല, നോട്ട് ടു ബി കൗണ്ടഡ് സ്ലിപ്പാണ് വരുന്നതാണെങ്കിൽ പോലും അതിൽ അങ്ങനെയുള്ള പ്രിൻ്റ് വരാൻ പാടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഡ്യൂട്ടിയാണ്.